ഓക്കെ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നല്ലൊരു മാർക്കറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഡേറ്റാസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇൻഫ്ലേഷൻ കുറച്ചൊന്ന് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റിനേക്കാളും കുറച്ച് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവ് ആവാനുള്ള സാധ്യത ഉണ്ട്. അത് മാർക്കറ്റ് അവേഴ്സിന്റെ ഇടയിലായിരിക്കും. അപ്പോൾ മാർക്കറ്റ് അവേഴ്സിന്റെ ഇടയിൽ അത് പോസിറ്റീവില് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ റിഫ്ലക്ട് ചെയ്യും. ഇതുവരെ ആ ഡേറ്റാസ് ഒന്നും വന്നിട്ടില്ല. സോ വരുവാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തു തരാം. ദെൻ മാർക്കറ്റിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആണ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് തരാം. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിനുള്ളിൽ ഇതൊരു എന്താ പറയുക, ഇത് മേളിലേക്ക് കയറിപ്പോ ഒരു ട്രെൻഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഫോള് വന്നു. ആ ഒരു ഫോളിൽ നിന്ന് ഏകദേശം ഈ ഒരു ഉണ്ടായ ഒരു വലിയൊരു ക്യാൻഡിലിന്റെ ആ ഒരു ഏരിയ നമ്മൾ മൺഡേ ബ്രേക്ക് ചെയ്തു. നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. ആ ഒരു ഏരിയക്ക് അടുത്ത് തന്നെ, അതായത് ഏതാണോ നമ്പർ ബ്രേക്ക് ചെയ്തത് ആ നമ്പറിന്റെ പുറത്താണ് നിൽക്കുന്നത്. അതായത് 24,350 എന്നുള്ള ഒരു നമ്പറിന്റെ മേളിലാണ് നിൽക്കുന്നത്. അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബഫർ ഏരിയ ആയിട്ട് എടുക്കാം. ദാറ്റ് മീൻസ് ഞാൻ ഇതിനെ ഒരു കളർ ചേഞ്ച് തൽക്കാലം ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇത് തൽക്കാലം അത് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റണമെന്നില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഏരിയ നോക്കിയാൽ ഒരു മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് മാർക്കറ്റിന് സമയം എടുത്ത് കയറി പോകുന്ന, ഇതിന് മേളിൽ നന്നായിട്ട് കയറിയാൽ മാർക്കറ്റ് നല്ല മൂവ്മെന്റ് തരും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ്. എന്നാൽ പോലും നമുക്ക് ഇന്നലെ സിയും പിയും കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും വോളറ്റാലിറ്റി കുറച്ച് കുറഞ്ഞു പോയി. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനി ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഇവിടെ ഹിറ്റ് ചെയ്തു, തിരിച്ച് ഇവിടെ ഹിറ്റ് ചെയ്തു, തിരിച്ച് ഇവിടെ നിന്ന് സെൽ ഓഫ് വന്നു, തിരിച്ചു വന്നു, ഇതിന്റെ മേളിൽ കയറി ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് ഫ്ലൈ ചെയ്ത് അല്ലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വന്നു, തിരിച്ച് ഇതിന്റെ മേളിൽ കയറിയതിന് ശേഷം വീണ്ടും ഇതേ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. തിരിച്ച് ഇവിടെ വീണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു അപ്സൈഡ് വെഡ്ജ് ഇല്ലെങ്കിൽ റൈസിംഗ് വെഡ്ജ് വലിയ കാര്യമായിട്ട് നിൽക്കുന്നില്ല. യഥാർത്ഥത്തിൽ പ്രൈസ് ആക്ഷൻ വൈസിൽ തന്നെ ട്രേഡ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇതിന് മേളില് ഈ ഒരു നമ്പർ തന്നെ 24,500 പ്രൈസ് ആക്ഷൻ വൈസിൽ വളരെ മനോഹരമായിട്ടുള്ള നമ്പർ, ഒരു സോളിഡ് ആയിട്ട് നമ്മുടെ മനസ്സിന് ഗുഡ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു നമ്പറിന്റെ മേളിലെത്തുമ്പോഴേക്കും മാർക്കറ്റ് വീണ്ടും ഒരു സാനിറ്റി ഫീൽ ചെയ്തേക്കാം. അപ്പോ ആ ഒരു ബുള്ളിഷ്നെസ് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി. അപ്പോൾ 350 to 440 വരെ, ഇന്നലെ 440 മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിന്നതാണ്. ചാർട്ട് നോക്കിയാൽ അറിയാം. അത്യാവശ്യം ഈ ഒരു 440 ഒരുപാട് സമയം വന്ന് നിന്നാണ്. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവസാനത്തെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഒരു 2:45-3 മണി റേഞ്ചിൽ അത് ഫോളോ ചെയ്തു. ദാറ്റ്സ് ഓക്കെ. ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനകത്ത് പോയി എന്നുള്ളതേ ഉള്ളൂ. തിരിച്ച് വീണ്ടും വന്നേക്കാം. ഇത് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും കയറി വന്നേക്കാം. വന്നു കഴിഞ്ഞാൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 440 to 500 ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് കിട്ടും. 350 to ഈ ഒരു ഏരിയയിൽ 440 വരെ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ഉണ്ടാവും. അതിനുശേഷം ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയാൽ ഇത് ആക്ച്വലി ഒരു വലിയൊരു ഇൻട്രാഡേയുടെ ഒരു സോണാണ്. ഈ ഒരു ഇൻട്രാഡേ സോണ് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 600 to 660 വരെ അടുത്തൊരു ബുള്ളിഷ് മൊമെന്റം കിട്ടാനുള്ള ട്രേഡ്സ്. സോ സ്കാൽപ്പിംഗ് ട്രേഡ്, ഇൻട്രാഡേ ട്രേഡ് എന്ന് ഞാൻ അതിനെ പിരിച്ചു പറയുകയാണല്ലേ. കാരണം നമ്മുടെ ട്രേഡിൽ നമ്മളൊരു പ്രീമിയത്തിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. 50 പോയിന്റ് എടുത്ത ഒരാൾ പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും, 50 പോയിന്റ് എടുത്ത ഒരാൾ പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഒരു വലിയൊരു ട്രേഡ് കിട്ടാൻ, ഒരു 120-140 പോയിന്റ്സ് കിട്ടാനുള്ള ഒരാൾക്ക് ചിലപ്പോൾ 2 പ്രാവശ്യം SL ഹിറ്റ് ചെയ്തേക്കാം. സോ സ്കാൽപ്പറിന് ട്രേഡ് ചെയ്യേണ്ട സോണും ഇൻട്രാഡേ ട്രേഡ് ചെയ്യേണ്ട സോണും ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞു. സോ ദാറ്റ് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻ ട്രേഡേഴ്സ് ആരും അതിൽ ട്രാപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. നിഫ്റ്റി വളരെ അത്യാവശ്യം സേഫർ ലൈനിന്റെ വളരെ താഴെയാണ്, 440 വളരെ താഴെയാണ്. ഏതെങ്കിലും ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ ആ ഒരു സംഭവം നമുക്ക് തിരിച്ച് റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ 24,500 എബവ് വളരെ മാന്യമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യും. ഇപ്പോൾ ആ ഒരു ഏരിയക്ക് താഴെ നിൽക്കുന്നതുകൊണ്ട് തന്നെ 440 എന്നുള്ള റെസിസ്റ്റൻസിൽ തട്ടി നിൽക്കുവാണ്. 500 മേളിൽ വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നോർമൽ മാർക്കറ്റ് മൂവ്സ് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കൺസോളിഡേറ്റിംഗ് മാർക്കറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നേക്കാം. ഫൈൻ. അപ്പോ നിഫ്റ്റിയുടെ അനാലിസിസ് കഴിഞ്ഞു. രണ്ടാമത്തെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ്. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ഓൾറെഡി ഒരു സപ്പോർട്ടിന്റെ മേളിൽ കയറിയിട്ടുണ്ട്. അതും 5,500 റേഞ്ച് ഇല്ലെങ്കിൽ 400 മേളിൽ കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു.
അടുത്ത റെസിസ്റ്റൻസ് 5800. ഈ കാണുന്ന ഏരിയാസ് കംപ്ലീറ്റ്ലി 5800 ആണ്. സോ 800 എബവ് നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടും. ഇപ്പോ 600 to 800 ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇല്ല അതിനും മേളിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫർ ആയിട്ട് 660 to 800 കിട്ടാൻ സാധ്യതയുണ്ട്. സോ 2-3 ലൈൻസ് ഉണ്ട്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആവണ്ട. മാർക്കറ്റ് ഒരുവിധം പോസിറ്റീവ് ആണെന്ന് എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. സോ മാർക്കറ്റിന്റെ ആ ഒരു പേസ് ഇതുവരെ മിസ്സായിട്ടില്ല. മാർക്കറ്റ് വന്നു, ഒരു ഫുൾ ഫോളിനെ തിരിച്ച് കവർ ചെയ്ത് തിരിച്ച് ആ ഒരു റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്തു ഒന്ന് ഇറങ്ങി. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കപ്പായിട്ടും ഇനി ഒരു ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഒരു ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വേറെ ബാഡ് ന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി ആയിരിക്കും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. IT ആയിരുന്നു, IT സെറ്റ് ആകുന്നില്ല. സോ അടുത്ത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഫോക്കസ് വരുന്നുണ്ട്, നോക്കാം. അപ്പോ അടുത്ത് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഹെവി വെയിറ്റ് സ്റ്റോക്സിലേക്ക് നോക്കിയാൽ ഇതേ സംഭവം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു കർവാണ് അല്ലെ, ഈ കർവിൽ നിന്ന് ചിലപ്പോൾ തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ലൈൻസ് ഒന്നും എല്ലാത്തിലും വരയ്ക്കുന്നില്ല, കാരണം ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ഈ ലൈവ് ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മിനിറ്റ്സിന് മേളിലായി കാണണം. സോ ഐ തിങ്ക് 6.3 മിനിറ്റ്സ് ആയി. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് നോക്കാന്നുള്ളതാണ്. ഒരു ഡബിൾ ബോട്ടം ഇവിടെ ലൈവ് ഇൻട്രാഡേ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇൻഫോസിസിന്റെ ലൈവ് ബോട്ടം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫോസിസ് ഇതിനു മുന്നേ നമ്മൾ ഒരിക്കൽ കൊടുത്ത ട്രേഡാണ് ഈ ഒരു ട്രേഡ്. തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ 1700 ഐ ഫോഗോട്ട്, പക്ഷെ 68 72-ൽ നിന്ന് 96 വരെ ആ ഒരു ട്രേഡ് പോയിട്ടുണ്ടായിരുന്നു. 84-ൽ കണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡബിൾ ബോട്ടം ഇപ്പൊ റെസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട്. സോ ഒരു 804-ന് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ്, 805 ബഫർ ഇട്ടോ, 805-ന് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ഉണ്ടെങ്കിൽ 12, 20 എന്നിങ്ങനെ രണ്ട് ടാർജറ്റും ഒറ്റ ഡേയിൽ തന്നെ ഹിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എന്നാലും ഞാൻ 2 ടാർജറ്റ്സ് ആയിട്ട് അതിനെ തിരിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഇതൊന്ന് ഫോക്കസ് ചെയ്യാം. ഇൻഫോസിസ് അത്യാവശ്യം മൊമെന്റം വന്നു കഴിഞ്ഞാൽ കയറി പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആയിട്ടില്ല, 805-ന്റെ മേളിലല്ലാണ്ട് അതിനകത്ത് എൻട്രി ഇല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. റിലയൻസ് ഒരു 2930-ക്ക് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര നല്ലൊരു സംഭവമല്ല. ഇതൊരു ബെയറിഷ് ഫ്ലാഗ് ആയിട്ട് ഞാൻ പേഴ്സണലി എടുക്കും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം നോട്ട് ഓക്കെ ആണ്. ഇപ്പോൾ ഈ ബെയറിഷ് ഫ്ലാഗ് ഇത് നോക്കിയാൽ ഒരുപാട് മേളിൽ ഇതൊരു ഇവിടെ നിന്ന് താഴേക്ക് വീഴുന്നു, തിരിച്ചൊരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഫ്ലാഗ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തു, താഴോട്ട് പോയതാണ്, ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്തു. ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്തേക്കാം, ഇത്രയും വേണമെന്നില്ല, കുറച്ചുകൂടെ കറക്റ്റ് ചെയ്തേക്കാം, എന്നിട്ട് തിരിച്ച് ബൗൺസ് ചെയ്തേക്കാം. നോക്കുക, ക്യാൻഡിൽ അത്യാവശ്യം കാണുന്നുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിലാണ് ഇത്. ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അതിനെ ഒരു ഡോജി വെച്ചു, ട്രെൻഡ് റിവേഴ്സ് ചെയ്തു. റിവേഴ്സിന്റെ കൺഫർമേഷൻ ആയിട്ടില്ല. റിവേഴ്സിന്റെ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു സോണിന് താഴെ നിങ്ങൾക്ക് 2900 താഴെ മാർക്കറ്റിൽ ഈ ഒരു പൊസിഷൻ വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഇൻഫീൽ ബുള്ളിഷ് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്, റിലയൻസിൽ ബെയറിഷ് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. റിലയൻസിന്റെ റിവേഴ്സൽ അബൌട്ട് മേളിലെന്ന് പറയുന്നത് 2960 മേളിലാണ് ഒരു ബൈ മൊമെന്റം കിട്ടുക. ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യേണ്ട, ബൈ ചെയ്യാൻ നിൽക്കേണ്ട. 2 സ്റ്റോക്ക് അപ്പോൾ പറഞ്ഞു. HDFC ബാങ്ക് ഇപ്പൊ നോക്കണ്ട. HDFC ബാങ്കിന് ഈ ഒരു ഹൈ ഇന്നലത്തെ ഒരു HDFC ബാങ്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഒരു ബുള്ളിഷ് മൊമെന്റം കിട്ടുവാണെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് ഒക്കെ നോക്കിയിട്ട് ഏറ്റവും നല്ല സപ്പോർട്ടിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. കറക്റ്റ് ലൈനാണ് 1660 എന്ന് പറയുന്നത്. സോ എവിടെ ഇതിന് മുകളിലാണ് നല്ലൊരു പവർഫുൾ മാർക്കറ്റ് കിട്ടുന്നതെങ്കിൽ ആ സൈഡിലേക്ക് പോവാം. മാർക്കറ്റ് വീക്ക് ആവുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഷോർട്ട് ചെയ്യാം. സോ അതിന് തൽക്കാലമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കൊഡാക് ബാങ്ക് നല്ലൊരു സ്റ്റോക്കാണ്. കൊഡാക് ബാങ്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ട്രേഡ്സ് വരാം 800-ലേക്ക് ഇല്ലെങ്കിൽ 820-ലേക്ക്. മാർക്കറ്റിന്റെ ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കയറി പോയേക്കാം. 74 എബോ ഓർ 72 എബോ ഒക്കെ ഇതിനകത്ത് ട്രേഡ് ഉണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് നെഗറ്റീവ് ആണ്. ഇതൊക്കെ ഞാൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മേളിലൊരു അനാലിസിസ് എടുക്കാന്നുള്ളതാണ്. ഫ്ലാറ്റ് ആണ്. ആക്സിസ് ബാങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ഇല്ല, അതിലും 84 എബോ ആണ് അവിടുത്തെ ഒരു ട്രേഡ് കിടക്കുന്നത്. സോ ഇന്നല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ വരാം.
64 എബവ് ഇല്ല 68 എബവ്. ഓക്കെ, 72 to 84 വരെയൊക്കെ വീണ്ടും ഇവിടെയും ട്രേഡ് ഉണ്ട്. നമ്മൾ ഇൻഫോസിസിൽ എടുത്തതുപോലെ അവിടെ 1772 എബവ് ടു 1784 പോയെങ്കിൽ ഇവിടെ അതേ നമ്പർ 1100 മാറ്റി ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അതിനകത്ത്. SBI അത്യാവശ്യം ഡീസന്റ് ആണ്. SBI തിരിച്ചു വരുന്നത് ഒരു 820 മേളിലേ ഉള്ളൂ. നോക്കിയിട്ട് അവിടെ ട്രേഡ് ചെയ്താൽ മതി. ഇല്ല, അവിടെ പ്രത്യേകിച്ച് ട്രേഡ് ഒന്നും പറയുന്നില്ല, നെഗറ്റീവോ പോസിറ്റീവോ ഇല്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ്. ഇതിനകത്ത് കുറച്ച് പേര് ഇൻട്രാഡയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കുക. ഞാൻ ഹെവി വെയിറ്റ്സ് മാത്രമേ തൽക്കാലം പറഞ്ഞിട്ടുള്ളൂ. മാർക്കറ്റിനുള്ള എന്തെങ്കിലും നല്ല ന്യൂസസ് വരുവാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും ഇൻട്രാഡേ ട്രേഡ്സ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. പെട്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ടാറ്റ കൺസ്യൂമർ ഇല്ല, നെഗറ്റീവ് ആണ്. താഴേക്ക് പോകുന്നതിനെ കുറിച്ച് വേണമെങ്കിൽ ടാറ്റ കൺസ്യൂമറിൽ നിങ്ങൾക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. IGL ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ IGL മാർക്ക് ചെയ്ത് വെച്ചോ. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. 546 എബവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 550, 552 ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. IGL ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. IGL ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതൊരു ഫ്ലാഗ് ആയിട്ട് എടുത്തോ. ഈ ഫ്ലാഗ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രേഡ് കിട്ടും. സോ ഫസ്റ്റ് ഇൻട്രാഡേ ഞാൻ ഓൾറെഡി അവിടെ ഇൻഫി പറഞ്ഞിട്ടുണ്ട്, റിലയൻസ് പറഞ്ഞിട്ടുണ്ട് താഴേക്കാണെന്നുണ്ടെങ്കിൽ. HDFC ബാങ്ക് പറഞ്ഞിട്ടില്ല. ഇൻഡസ്ഇൻഡ് ബാങ്ക് 3 സ്റ്റോക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. തിരിച്ചിവിടെ IGL ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എടുക്കാം. 552 to 560 വരെ മാക്സിമം ടാർഗറ്റ്. 2 ദിവസത്തേക്ക് പൊസിഷണൽ ട്രേഡ് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് നോക്കുക എന്നുള്ളതാണ്. ടാറ്റ TVS മോട്ടോഴ്സ് ഇല്ല, കൺസോൾഡേറ്റിംഗ് ആണ്, വേണ്ട. M&M ഇല്ല, ഇൻഡസ്ഇൻഡ് വേണ്ട. ഇൻഫി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സിപ്ല ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1600 വരെ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്യാൻഡിൽ കൊള്ളാമെങ്കിൽ 89 എബവ് വേണമെങ്കിൽ നോക്കാം. 1600 ഈ ക്യാൻഡലിന്റെ ലോ. SL വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. 82 ബിലോ വേണമെങ്കിൽ SL കീപ്പ് ചെയ്യാം. ലൂപ്പിൻ തൽക്കാലം വേണ്ട. സൺഫാർമ തൽക്കാലം വേണ്ട. സൺഫാർമ പക്ഷെ മാർക്ക് ചെയ്ത് വെച്ചോ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രേഡ് വന്നേക്കാം. 48 എബവ് വേണമെങ്കിൽ അവർ ട്രേഡ് ട്രിഗർ ചെയ്തേക്കാം. അപ്പോൾ 5 സ്റ്റോക്ക് മതി തൽക്കാലം, ഇത് മതി. ഞാൻ ഈ എടുത്തിരിക്കുന്നതെല്ലാം ഫണ്ടമെന്റലി ഗുഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ചോളമണ്ഡലം ഇത് കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു പൊസിഷണൽ ട്രേഡ് ആയിട്ടോ ഒരു ഇൻട്രാഡേ ട്രേഡ് ആയിട്ടോ ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ചിലപ്പോൾ വർക്ക് ചെയ്തേക്കാം. ഒരു ഫോളിംഗ് വെഡ്ജാണ്. ഫോളിംഗ് വെഡ്ജിൽ ഒരു മൊമെന്റം, ഒരു നല്ലൊരു ബൈ വോളിയം, ഏകദേശം ഇതുപോലെ ഒരു ബൈ വോളിയം കിട്ടുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ട്രേഡ്. തെറ്റില്ലാത്തൊരു ട്രേഡ് വരും. സോ വെയിറ്റ്, നല്ലൊരു മറുപൂസ് ക്യാൻഡിൽ വരണം, ഒരു സ്ട്രോങ് ക്ലോസിംഗ് വരണം. ഇതും കൂടെ മതി നല്ലൊരു സ്റ്റോക്ക്. 5 സ്റ്റോക്കിനകത്ത് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2 സ്റ്റോക്ക് കൂടെ നിങ്ങൾ എടുത്ത് വെച്ചോ. ഒരുപാട് മാർക്കറ്റിന്റെ പുറത്തുള്ള ഡേറ്റാസിൽ പോകരുത്. നല്ല ട്രേഡ്സ് ആയിരിക്കാം പുറത്ത് കിട്ടുന്നത്, പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മേളിലൊരു കൺട്രോൾ കാണത്തില്ല. അവർ പറയുന്ന സ്റ്റോക്ക് ചിലപ്പോൾ പറക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും. അതിന്റെ ഇടയിൽ നമ്മൾ പൊക്കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ നമ്മളിങ്ങനെ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ബ്ലൈഡിന്റെ ഇടയിൽ കൈ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതുപോലെ ആയിരിക്കും. അത് കറക്റ്റ് ആയിരിക്കാം, ആ മൂവ്മെന്റ് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് കൈവയ്ക്കുന്ന പ്രോപ്പർ ടൈമിങ് വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മൾ സ്വയം അനാലിസിസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു അനാലിസിസ് നമുക്ക് കുറച്ചുകൂടെ സ്ലോവർ ബ്ലൈഡ് ആയിരിക്കും. നമുക്ക് കൈ ഇട്ട് തിരിച്ചു വരാനുള്ള ഒരു ടൈം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ചില ടെലിഗ്രാം ചാനൽസിലൊക്കെ നല്ല ട്രേഡ് കൊടുക്കാറുണ്ട്. പക്ഷെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് എൻട്രി എടുത്ത് പോസിറ്റീവിൽ ഇറങ്ങി പോകാൻ പറ്റും. ഒരു ബിഗിനറിന് അവിടെ എൻട്രി എടുത്ത് പോസിറ്റീവിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. സോ ഒന്ന് ശ്രദ്ധിക്കുക, മാക്സിമം നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറെഡി 9.7 ആയിട്ടുണ്ട്. മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ല. നമ്മളപ്പോ പറഞ്ഞ നമ്പേഴ്സ് എന്തായിരുന്നു? 24,350, ഇവിടെ 5400 അല്ലെ മാർക്ക് ചെയ്ത് വെച്ചോ. ഇതിന് മേളിൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ 24,500 ഇവിടെ 5500, 100 പോയിന്റ് വ്യത്യാസം ഞാൻ ഇവിടെ മാറ്റി പറഞ്ഞു. ഇവിടെ 150 പോയിന്റേയും ഇവിടെ ഏകദേശം 5800 ആണ്. തൽക്കാലം 5500 കൂടെ വച്ചിരുന്നു. ഈ ഒരു ഏരിയക്ക് മേളിലാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു വോളറ്റൈലിറ്റി ഓർ നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ട്രേഡ് അക്കോർഡിംഗ്ലി ഞാൻ അതിനുള്ളിലായിരിക്കും ട്രേഡ് ചെയ്യുക. പിന്നെ ഇതിനുള്ള ഗ്രൂപ്പിൽ നമ്മുടെ നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോ ഇതിനുള്ളിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തത് കൂടെ ചേർത്തിട്ട് ഇതാണ് ഇന്ന് എൻ്റെ ട്രേഡിംഗ്
എന്റെ വീക്കിന്റെ ഈ മന്തിന്റെ P&L എന്ന് പറയുന്നത്, ഈ മന്തിൽ നടക്കുന്ന P&L, ഇന്നലത്തെ പ്രോഫിറ്റ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഞാൻ പറഞ്ഞിരുന്നു. ആ പ്രോഫിറ്റ് ആണ് അവിടെ കാണുന്നത്. ഇത് കഴിഞ്ഞ മന്തിലത്തെ P&L. സോ അതിനകത്ത് ഏകദേശം 2 ചെറിയ ലോസും ഒരൊറ്റ വലിയ ലോസും. അത് ബഡ്ജറ്റ് ഇതിൻ്റെത് നമ്മളവിടെ വേറൊരു പൊസിഷനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലയന്റ് അക്കൗണ്ടിനുള്ള. ഓക്കെ, ഓൾമോസ്റ്റ് 20 ഡേയ്സിനുള്ളിൽ ഒരു 3-4 ഡേയ്സ് ഇതിനെ ഒരു 1 ഡേ ആയിട്ട് കൂട്ടാം. സോ 3 ഡേയ്സിന്റെ ലോസും ബാക്കി ഒരു അറൌണ്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് എന്ന് വിചാരിക്കാം. ഇവിടെ ഒറ്റ ദിവസം SL ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഉള്ള ദിവസം പ്രോഫിറ്റിലാണ്. സോ ഇത് നിങ്ങളുടെ കണ്ണിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ P&L ഷെയർ ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ ക്യാപിറ്റലുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. 10 ലക്ഷം അല്ല, 40 ലക്ഷം രൂപയ്ക്ക് മേളിൽ ക്യാപിറ്റലുള്ള ആൾക്കാരും ഉണ്ട്. സോ എന്റെ ക്യാപിറ്റൽ ചിലപ്പോൾ 40 ലക്ഷം രൂപയുടെ ഒരാളുടെ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. 10,000 രൂപയുടെ ഒരാൾ വന്ന് നമ്മുടെ P&L നോക്കുമ്പോൾ വലിയൊരു പ്രോഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. പുള്ളിക്കാരൻ അങ്ങനെ ഒരു പ്രോഫിറ്റിലേക്ക് പുഷ് ചെയ്തേക്കാം. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ഹാർഡ് വർക്ക് അവിടെ ചിലപ്പോൾ പുള്ളിക്കാരനെ മനസ്സിലാവണമെന്നില്ല. ആസ് എ ബിഗിനർ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. സോ പുള്ളിക്കാരനെ ഡൈവേർട്ട് ചെയ്യപ്പെടാതിരിക്കാൻ, പുള്ളിക്കാരൻ മിസ്ലീഡ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ P&L അവിടെ ഇടുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ ദിവസത്തെയും ട്രേഡ് അനാലിസിസ് അവിടെ ഇടുന്നുണ്ട്, ട്രേഡിന്റെ ഔട്ട്പുട്ട് നമ്മൾ അവിടെ ഇടുന്നുണ്ട്. സോ അത് മതിയാവും. നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കാനല്ല, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം അവിടുത്തെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത്. സോ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ വരിക, നിങ്ങൾ വന്നിരുന്ന് പഠിച്ചിട്ട് പോവുക. അത്യാവശ്യം ബാച്ചിലൊരു 14 മെമ്പേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. ഒരു 10 മെമ്പേഴ്സ് വെയിറ്റിംഗിലുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും അതിൽ കുറച്ച് പേര് കൂടെ ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ. അത്യാവശ്യം നമുക്ക് കാണുന്നതിൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ളൊരു ഫീ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, അതിന്റെ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതില്ലാണ്ട് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ പഠിക്കുന്ന എല്ലാ സാധനങ്ങളും യൂട്യൂബിൽ കിട്ടുന്ന വീഡിയോസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്സ് നമുക്ക് അവിടെ കിട്ടുമായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു, P&L ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ കരിയറാണ്, നമ്മുടെ റിഫ്ലക്ഷനാണ് നമ്മൾ ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് പഠിക്കുക എന്നുള്ളതല്ല. അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ഉണ്ട്. പഠിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പേർക്ക് പഠിപ്പിക്കാം, ഒരുപാട് പേർക്ക് അത് സെറ്റ് ചെയ്യാം, അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ ഇടാം. പക്ഷെ അത് റിയൽ ലൈഫിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ എല്ലാ ദിവസവും നമ്മൾ കാണിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിനുള്ള ആവശ്യത്തിന് സ്റ്റുഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പിനുള്ള അവരുടെ റിവ്യൂസ് നിങ്ങൾക്ക് എടുക്കാന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റിൽ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്ലാറ്റ് ആണ്. വെയിറ്റ് ചെയ്യുന്ന ഒരാൾ, ഞാൻ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് ഓക്കെ എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ മാർക്കറ്റിനകത്ത് എൻട്രി എടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് ഇന്ന് അഗ്രസീവ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഇല്ല. സോ ദെൻ അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും. അത്യാവശ്യം ഇൻഫോസിസ് ഓപ്പൺ ചെയ്ത അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ്. ശ്രദ്ധിക്കുക, ഇൻഫോസിസിൽ നല്ലൊരു എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻട്രാഡേയിൽ ഫസ്റ്റ് ട്രിഗർ ചെയ്യുന്ന ട്രേഡ് ഇത് തന്നെ ആയിരിക്കും. ഇൻഡസിന്റെ ഇതുവരെ ട്രിഗർ ആയിട്ടില്ല. ബാക്കിയുള്ള സ്റ്റോക്സ് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ കണ്ട ഒരേ ഒരു ട്രിഗറിങ് ട്രേഡ് ഇൻഫി മാത്രമാണ്. നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല? ഓക്കെ, ഞാനപ്പോൾ ലൈവ് ക്ലോസ് ചെയ്യണേ. ടേക്ക് കെയർ, ബൈ.